വെടിനിർത്തലിന് ധാരണയായി. വെടിനിർത്താം, എല്ലാവരും വരി വരിയായി നിൽക്കുക. കെ സുധാകരൻ ഹാജർ, സതീശൻ. രണ്ടാളും അടുത്തടുത്ത് കണ്ട, ഒരാൾ അങ്ങേയറ്റത്തും ഒരാൾ ഇങ്ങേയറ്റത്തും. വെട്ടി നിർത്താൻ പോന്നല്ലേ? അയ്യോ, ഹൈക്കമാൻഡ് വിട്ടുപോയല്ലോ. ആ കേസി വന്നു. ഓക്കെ. Judges, please note. Court number 112. സ്മൈൽ പ്ലീസ്. എല്ലാവരും ഐക്യം അഭിനയിക്കുക. ഒറ്റ മിനിറ്റ്, വെടി നിർത്താൻ പോകുന്നതിന് മുമ്പ് കെ സുധാകരൻ എന്തോ പറയുന്നുണ്ട്. ആ ഓഡിയോ ഒന്ന് കുറച്ച് അപ്പ് ചെയ്ത് വെച്ചോ. ആ പോരട്ടെ. അഖിലേന്ത്യാ പ്രസിഡന്റ് ഇത്ര ചെന്നിത്തല ആ ഫ്ലോ അങ്ങ് കളഞ്ഞു. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യല്ലേ? സുധാരേട്ടൻ പറയട്ടെ, പറയും. നിങ്ങൾ വിചാരിച്ചങ്ങ് പറയും. രമേശ് ചെന്നിത്തലയുടെ ആ റിയാക്ഷൻ കോൺഗ്രസിനെ മറ്റൊരു വെടിപൊട്ടലിൽ നിന്ന് സാഹസികമായി രക്ഷിച്ചു. അപ്പൊ തരൂരിനൊരു പൂതി, അതൊന്ന് കേട്ടുകളയാന്ന്. വീണ്ടും ചെന്നിത്തലയുടെ മുഖം കൊണ്ടുള്ള പ്രത്യേക രക്ഷാപ്രവർത്തനം. കേരളത്തിന്റെ ചുമതലയുള്ള ഹൈക്കമാൻഡ് ദീപദാസ് മുൻഷി പറയട്ടെ. പറഞ്ഞു. All the members have spoken. ഇതിലെന്താ ഉള്ളത്? ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ശശി തരൂരിന്റെ മുഖത്തെ റിയാക്ഷനിലേക്കാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിക്കോളണേ. And we got a clear indication from our High Command തരൂരിനെ ശ്രദ്ധിക്ക്. that Congress is very much connected with the public, with the people of Kerala. So we should not do anything which will disrespect the people of Kerala. തരൂര് തലയാട്ടിയതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ശശി തരൂർ പരസ്യമായ മാധ്യമത്തിൽ പ്രതികരിച്ചത് ശരിയല്ല. അപ്പൊ വീണ്ടും തരൂരിന്റെ റിയാക്ഷനിലേക്ക്. റിയാക്ഷൻ ഇടാം. This was a clear indication, and if anything, anyone personally, his or her view is coming to the media, we will take strong action on that. തരൂരിന്റെ ഈ റിയാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പിടികിട്ടി? ഓ, പേടിച്ചു പോയി. ഇനി ശരിക്കും ഹൈക്കമാൻഡിന്റെ അടുത്ത് നിന്നിട്ട് തരൂരിന്റെ ഒരു റിയാക്ഷൻ ഇടല്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി വ്യത്യസ്ത രീതിയിൽ പ്രസ്താവനകൾ കൊടുക്കുക, വ്യത്യസ്തമായ ചിന്താഗതികൾ വളർത്തുക, ഇത് ചെയ്യാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു റിയാക്ഷൻ എവിടെയോ കണ്ടതുപോലെ. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ലേ പ്ലീസ്. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അദ്ദേഹത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. ഓക്കെ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല. ഓ, കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യമില്ലെന്നാ ഉണ്ടോ? Media is giving a wrong impression that there is no unity in Congress, Kerala Congress Party, which is untrue. മലയാളത്തിൽ പറയോ? ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നേ. ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാവുന്നില്ലേ? മനസ്സിലാകാത്തവർക്ക് വേണ്ടി മുല്ലപ്പള്ളി സാർ മലയാളത്തിൽ പറഞ്ഞു തരും. സാറേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യം അല്പമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ശാശ്വതമായി പരിഹരിക്കാനാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യോഗം വിളിച്ചു കൂട്ടിയത്. ഓ, അപ്പൊ ഐക്യമില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു യോഗം. Media is giving a wrong impression that there is no unity in Congress, Kerala Congress Party, which is untrue. ഓക്കെ, നല്ല ബെസ്റ്റ് ഐക്യവാ. കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യമുണ്ടാകാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് നൽകിയത്. നേതാക്കന്മാർ അതെല്ലാവരും വളരെ ശിരസ വഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓ, എങ്ങനെയാണ് ശിരസ വഹിക്കാന്നോ? ഇങ്ങനെ ഇങ്ങനെ ഒരു ചെസ് ടൂർണമെന്റ് അപ്പൊ സമർപ്പിത ബോധത്തോടെ പിരിയുന്ന ചടങ്ങിലേക്ക് കടക്കാം. അവരെല്ലാവരും സമർപ്പിത ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് പിരിയുന്ന മീറ്റിംഗ് ആയിരിക്കും. സ്മൈൽ പ്ലീസ്. എല്ലാവരും പിരിഞ്ഞുപോയി. തിരിഞ്ഞു നോക്കുമ്പോ കെ സുധാകരൻ മാത്രം അവിടെ നിൽക്കുന്നു. എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ. കേരളം ഞങ്ങൾ തട്ടിയെടുക്കും.
കേരളത്തിനെ കിഡ്നാപ്പ് ചെയ്യും പോലും. എന്താണ് കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും. അപ്പൊ തന്നെ എന്തോ ഒരു അപകടം മണത്ത് പ്രതിപക്ഷ നേതാവ് തിരിഞ്ഞു നോക്കി. അതിനുള്ള പ്രതിജ്ഞ എടുത്താണ് നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല. പ്രതിപക്ഷ നേതാവ് എന്താണ് മനസ്സിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എന്റെ അമ്മയെ നാട്ടിച്ച് KPCC നേതൃമാറ്റം ആവശ്യപ്പെട്ട AICCക്ക് കത്തയച്ച് മുല്ലപ്പള്ളി രാമേന്ദ്രൻ. ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു തർക്കവും ഇല്ല, ഇന്ന് വരെ ഒരു തർക്കവും ഇല്ല. അല്ല, തർക്കമേ ഇല്ലേ? ആ ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഉലച്ചിലൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ കലിപ്പില് നേതൃത്വത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പള്ളി സാറ് ഒരു കത്തങ്ങ് അയച്ചു. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് പരിഹരിക്കേണ്ട ഭാഗമായിട്ടാണ് മിനിഞ്ഞാന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വിളിച്ചു. വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞു. വന്നു, കണ്ടു, കൈപൊക്കി, ഐക്യമായി. കഴിഞ്ഞു, ഫോട്ടോ എടുത്ത് കഴിഞ്ഞു, കൈ താഴ്ത്ത. ഇനി ഇവരെ രണ്ടുപേരെയും നിർത്തി പുകഴ്ത്തുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. കണ്ണൂർ സിംഹവും മുല്ലപ്പള്ളി എന്ന പോരാളിയും